2 മുട്ട ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അതാകുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിലായി കിട്ടുകയും ചെയ്യും. എത്ര ചെറിയ പീസാക്കാൻ പറ്റും അത്രയും ആക്കണം. ഒരു വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത്, മല്ലിയില കുറച്ച് ചെറിയ പീസാക്കിയത്, 4 ബ്രെഡ് എടുക്കണം. 2 മുട്ടക്ക് 4 ബ്രെഡ് എടുക്കാൻ പാടുള്ളൂ. അത് വെള്ളത്തിൽ പുതിർത്തി കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി ഇട്ട് കൊടുക്കണം. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ക്യാപ്സിക്കം ചെറിയ പീസാക്കി കട്ടാക്കിയത്, ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, എല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കണം. ഇനി അതിൽ നിന്ന് ഓരോ ഉരുളി എടുത്തിട്ട് ഞാൻ ബോൾ ഷേപ്പാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊക്കെ ആക്കി എടുക്കാം. ഇതേപോലെ തന്നെ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് ഒരു ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി കലക്കിയെടുക്കണം. ഇതേപോലെ തിക്കാക്കിയിട്ട് കലക്കിയെടുക്കണം. ഓരോന്നായി എടുത്തിട്ട് ഇതിലേക്ക് മുക്കി കൊടുക്കണം. നന്നായി മുക്കി കൊടുക്കണം. ഇനി ബ്രെഡ് പൊടിച്ചതിലേക്ക് മുക്കി കൊടുക്കണം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ സാധാ മൈദയില്ലേ, അത് കലക്കിയെടുത്തിട്ട് കുറച്ച് ലൂസിൽ കലക്കിയെടുത്തിട്ട് അതിൽ മുക്കിയെടുത്താലും മതി. എല്ലാം കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ആദ്യം കോൺഫ്ലവറിലും പിന്നെ ബ്രെഡിലും മുക്കിയെടുക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ചാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഇറച്ചി തന്നെയല്ലേ കഴിക്കുന്നത്. ഈ മുട്ടയുടെ സ്നാക്സ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി വന്നാൽ നമുക്ക് എടുത്തു മാറ്റാം. മൊത്തത്തിൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ചൂടോടുകൂടിയും അല്ലാതെയും കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ സാധാ ആക്കി വെച്ചിട്ട് ആ ടൈം ആകുമ്പോൾ ഫ്രൈ ആക്കി എടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.